സന്ധ്യാസമയമാകുമ്പോഴേക്കും കുട്ടികളെ നിർബന്ധിച്ച് പുസ്തകം തുറന്നുവെച്ച് പഠിപ്പിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും നിങ്ങളുടെ കുട്ടികൾക്കൊന്നും ഓർമ്മ നിൽക്കുന്നില്ലേ? പരീക്ഷാ ഹാളിലെത്തുമ്പോൾ പഠിച്ചതെല്ലാം മറന്നുപോകുന്നുവെന്ന് അവർ പരാതി പറയാറുണ്ടോ? എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിന് കാരണം കുട്ടികളുടെ ബുദ്ധിക്കുറവല്ല, മറിച്ച് നിങ്ങൾ അവരെ പഠിക്കാനിരുത്തുന്ന ആ സമയമാണ്. പഠിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ സന്ധ്യയ്ക്ക് പഠിക്കുന്നത് വലിയൊരു തെറ്റാണെന്നും അത് കുട്ടികളുടെ ഓർമ്മശക്തിയെ നശിപ്പിക്കുമെന്നും ആചാര്യ ചാണക്യൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. പക്ഷേ ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ശാസ്ത്രമുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, സീക്രട്ട് വിസ്ഡം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ മാതാപിതാക്കളും വിദ്യാർത്ഥികളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഈ വീഡിയോയുടെ പകുതി വെച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകരുത്. കാരണം പകുതി അറിവ് എന്നും അപകടമാണ്. ഇത് അവസാനം വരെ കണ്ടാൽ നിങ്ങളുടെ കുട്ടികളുടെ പഠനകാര്യത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. നമുക്കറിയാം, പകലും രാത്രിയും തമ്മിൽ കണ്ടുമുട്ടുന്ന സമയമാണ് സന്ധ്യാസമയം. ഋഷിമാർ ഇതിനെ സന്ധ്യാവന്ദന സമയം എന്നും വിളിക്കുന്നു. പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ നടക്കുന്ന, അന്തരീക്ഷത്തിൽ ഒരു പ്രത്യേക ഊർജ്ജം നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ സന്ധ്യാസമയത്തെക്കുറിച്ച് പറയുന്ന സുപ്രധാനമായ ഒരു ശ്ലോകമുണ്ട്. ചത്വാരി ഘോരകർമാണി സന്ധ്യായാം പരിവർജയേത് ആഹാരം മൈഥുനം നിദ്രസ്വാധ്യായം ച വിസർജയേത്. അതായത് സന്ധ്യാസമയത്ത് 4 കാര്യങ്ങൾ നമ്മൾ കർശനമായി ഒഴിവാക്കണം. ആഹാരം കഴിക്കുക, സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെടുക, ഉറങ്ങുക, കൂടാതെ ഏറ്റവും പ്രധാനമായി വായന അല്ലെങ്കിൽ പഠനം, സ്വാധ്യായം. ഇത് കേൾക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നാം. പഠിക്കുന്നത് നല്ലതല്ലേ എന്ന്. പണ്ടുകാലത്ത് വെളിച്ചം കുറവായതുകൊണ്ട് കണ്ണിന് കേടാണ് എന്നൊരു കാരണം ഇതിനുണ്ടായിരുന്നു. എന്നാൽ ചാണക്യൻ ഇതിനെ മറ്റൊരു തലത്തിലാണ് കാണുന്നത്. പകൽ മുഴുവൻ സ്കൂളിലിരുന്ന് പഠിച്ചും കളിച്ചും ക്ഷീണിച്ചു വരുന്ന കുട്ടികളെ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്ത് വീണ്ടും പുസ്തകം തുറന്നുവെച്ച് വായിക്കാൻ നിർബന്ധിച്ചാൽ എന്ത് സംഭവിക്കും? സന്ധ്യാസമയം എന്നത് വായനയ്ക്കോ പഠനത്തിനോ ഉള്ളതല്ല, മറിച്ച് മനസ്സിനെ ശാന്തമാക്കാനുള്ള സമയമാണ്. ഈ സമയത്ത് പുസ്തകം വായിക്കുന്നത് കണ്ണിനും തലച്ചോറിനും വലിയ ആയാസമുണ്ടാക്കും. തലച്ചോർ വിശ്രമം ആഗ്രഹിക്കുന്ന ഈ സമയത്ത് നിർബന്ധിച്ച് കുത്തിനിറയ്ക്കുന്ന കാര്യങ്ങൾ തലച്ചോറിന് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടുതന്നെ ഈ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് പെട്ടെന്ന് മറന്നുപോകാൻ സാധ്യതയുണ്ട്. അവർ എത്ര മണിക്കൂർ പുസ്തകം തുറന്നുവെച്ചിരുന്നാലും അത് വെറും സമയം പാഴാക്കൽ മാത്രമായി മാറും. അപ്പോൾ സുഹൃത്തുക്കളെ, സന്ധ്യാസമയത്ത് കുട്ടികൾ എന്തു ചെയ്യണം? പഠിക്കാൻ ഏറെയുള്ളപ്പോൾ സമയം വെറുതെ കളയാൻ പറ്റുമോ? ഇതിനും ചാണക്യനും ഭാരതീയ ഋഷിമാരും കൃത്യമായ മറുപടി പറയുന്നുണ്ട്. സന്ധ്യയ്ക്ക് പുസ്തകം അടച്ചുവെച്ച് ഭഗവാനെ ധ്യാനിക്കുക. സരസ്വതി ദേവിയുടെ കടാക്ഷം ലഭിക്കാൻ പുസ്തകം തുറന്നുവെച്ച് വായിക്കുന്നതിനേക്കാൾ നല്ലത്. അന്ന് പഠിച്ച കാര്യങ്ങൾ കണ്ണടച്ചിരുന്ന് ഓർത്തെടുക്കുകയോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യുന്നതാണ്. സന്ധ്യാസമയത്ത് വീടും പരിസരവും വൃത്തിയാക്കി നിലവിളക്ക് തെളിയിക്കുക. ആ ദീപത്തിന്റെ നാളത്തിലേക്ക് നോക്കി അല്പനേരം ശാന്തമായിരിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക. സന്ധ്യാസമയത്തെ നാമജപത്തിന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. അന്തരീക്ഷത്തിലെ കോസ്മിക് എനർജിയെ വലിച്ചെടുക്കാൻ ഈ സമയം നമ്മളെ സഹായിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സന്ധ്യയ്ക്ക് നാമജപം നടക്കുന്ന വീടുകളിൽ വല്ലാത്തൊരു ശാന്തിയും സമാധാനവും ഉണ്ടാകും. അവിടുത്തെ കുട്ടികൾ നല്ല ബുദ്ധിയുള്ളവരായി വളരും. അതുകൊണ്ട് ഇന്നത്തെ തിരക്കിനിടയിലും വെറും 10 മിനിറ്റ് സന്ധ്യാസമയത്ത് കുട്ടികളുടെ പുസ്തകങ്ങളും നിങ്ങളുടെ മൊബൈൽ ഫോണും ടിവിയുമെല്ലാം മാറ്റിവെച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. പ്രാർത്ഥന കഴിഞ്ഞ് മനസ്സിന്റെ ക്ഷീണമെല്ലാം മാറി ഒരു പുതിയ ഊർജ്ജത്തോടെ തെളിഞ്ഞ മനസ്സോടെ പഠിക്കാനിരുന്നാൽ അതിന് ഇരട്ടി ഫലം ലഭിക്കും. ഒരൊറ്റത്തവണ വായിക്കുമ്പോൾ തന്നെ അത് അവരുടെ ഓർമ്മയിൽ പതിയുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ചാണക്യൻ നൽകിയ ഈ ഉപദേശങ്ങൾ വെറും അന്ധവിശ്വാസങ്ങളല്ല, ആയിരക്കണക്കിന് വർഷങ്ങളുടെ അനുഭവ സമ്പത്താണത്. നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. നല്ല ശീലങ്ങൾ നല്ല ഭാവിയും, മോശം ശീലങ്ങൾ ദുരിതവും നൽകും. സന്ധ്യാസമയത്ത് കുട്ടികളുടെ തലച്ചോറിന് അല്പം വിശ്രമവും ശാന്തതയും നൽകിയാൽ വിജയം അവരെ തേടിവരും. ഈ ചെറിയ അറിവ് നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് കുട്ടികളെ നിർബന്ധിച്ച് ഇരുത്തിപ്പഠിപ്പിക്കുകയാണോ ചെയ്യാറുള്ളത്? അതോ നാമജപവും പ്രാർത്ഥനയുമാണോ പതിവ്? നിങ്ങളുടെ സന്ധ്യാസമയത്തെ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ള മാതാപിതാക്കൾക്കും ഒരു പുതിയ അറിവാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തു നൽകാനും മറക്കരുത്. കാരണം നല്ല അറിവുകൾ പങ്കുവയ്ക്കുന്നത് ഒരു പുണ്യമാണ്. കൂടുതൽ ജീവിതപാഠങ്ങൾക്കും
ചാണക്യതന്ത്രങ്ങൾക്കും പ്രചോദനാത്മകമായ അറിവുകൾക്കുമായി സീക്രട്ട് വിസ്ഡം എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത വീഡിയോയിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിയെയും നിങ്ങളുടെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ കഴിവുള്ള മറ്റൊരു അതിരഹസ്യമായ അറിവുമായാണ് ഞാൻ വരുന്നത്. ആ രഹസ്യം എന്താണെന്നറിയാൻ കാത്തിരിക്കുക. അതുവരെ എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.